എപ്പോഴും നമുക്ക് ഒരുപാട് സമയം അപ്പയായിട്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, വഴക്കുണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? ഓർമ്മയിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു വഴക്ക് ഏതാ? അല്ല, അദ്ദേഹം വഴക്ക് ഇടാൻ ചാൻസ് തരണ്ടേ? അതെന്താ? നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയണ്ടേ? ആണോ? ഒന്നും പറയില്ല. മകനോടും അങ്ങനെ തന്നെയായിരുന്നോ? അങ്ങനെ വളരെ അദ്ദേഹം അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഇന്നലെ സാന്ത്വന ദിനമായിട്ടാണ് ആചരിച്ചത്. കാരണം എല്ലാരെയും ആശ്വസിപ്പിക്കാനേ അദ്ദേഹം നിൽക്കാറുള്ളൂ. ഒരാളുടെ അടുത്ത് അദ്ദേഹം മോശമായിട്ട് പെരുമാറിയോ ഒന്നും പറയോ. എന്നാലും നമ്മൾ ക്ഷമ പരീക്ഷിക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാവില്ലേ മക്കളാവുമ്പോ? അത് വളരെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസിൽ മാത്രമേ അദ്ദേഹത്തിന് ആരുടെയും ഗിഫ്റ്റ് മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊച്ചില് ആരെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടുത്തില്ലായിരുന്നു. അതാണ്. പിന്നെ ചില പേഴ്സണൽ അത് വളരെ കുറവാണ്. വളരെ ദേഷ്യപ്പെട്ട് ചിലരോട് ദേഷ്യപ്പെടും. പക്ഷെ അതൊക്കെ ഒരു 0.001%. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അമ്മയോടോ? അമ്മയോട് നമുക്ക് വഴക്കുണ്ടാക്കാമല്ലോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അമ്മയൊക്കെ ഉണ്ടാക്കിയ ഒരു അടി എന്തായിരുന്നു? അല്ല, അതാ അമ്മ ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങൾ. അങ്ങനെ പറഞ്ഞുള്ള ഇതുള്ളൂ. ഒരു MLA ആയി ഇപ്പൊ ഞാൻ കുറച്ച് ഉത്തരവാദിത്തമുള്ള ഒരാളായി അങ്ങനെയൊക്കെയുള്ള ലൈനിലേക്ക് മാറിയോ? പിടിക്കാൻ പോവാ അങ്ങനെ. ഇത് ചേച്ചിമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴോ? കുഴപ്പമില്ല. അങ്ങനെ ഈ അവരുടെ മക്കളൊക്കെ വരുമ്പോഴത്തേക്കും എങ്ങനെയാണ്? അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നത് എന്റെ ഹോബി. ഓ, അതെ, ശരി. അല്ല, ഇനിയിപ്പോ അതിനകത്തൊക്കെ മാറ്റം വരുത്തണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറഞ്ഞോ? അതൊന്നും വേണ്ട അല്ലേ? അവരിവിടെ തന്നെയുള്ള ആൾക്കാരുള്ളൂ, അവരോട് എന്താവല്ലോ അല്ലേ? അല്ല, അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കുട്ടികളുണ്ടല്ലോ, ഇവരെല്ലാം കുട്ടികളല്ലേ. അല്ല, നമ്മുടെ ജീവിതത്തിലെ കുട്ടികളാണല്ലോ ഇവരൊക്കെ. അതെ അതെ അതെ, ആണല്ലോ. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 11 മുതൽ കുറച്ച് ദിവസമായി, ഒരു മാസത്തോളം അടുക്കുന്നു MLA ആയിട്ട്. എന്ത് വ്യത്യാസം ജീവിതത്തിൽ ഉണ്ടായേ? അതെ, ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറിയിരിക്കുക. വളരെ ഹെക്ടിക് ആയിട്ടുള്ള അത് നമുക്ക് ഒത്തിരി പരിപാടികളാവുന്നു, ഫോൺ കോളുകൾ, പിന്നെ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല, പലയിടത്തും താമസിച്ചെത്തുന്നു. ഉറക്കം നടക്കുന്നുണ്ടോ? ഉറക്കം ശകലം പ്രശ്നമാണ്, പക്ഷെ എന്നാലും മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ രാവിലെ 8 or 9 തുടങ്ങിയാൽ രാത്രി 12 തീർന്നോണ്ടിരിക്കണേ. അങ്ങനത്തെ ഒരു ഷെഡ്യൂളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹാപ്പിനെസ് നൽകുന്ന കാര്യം എന്താണ്? ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്നത് തന്നെയാണ്. എല്ലായിടത്തും പോകുമ്പോഴും ആൾക്കാര് എല്ലായിടത്തും സെൽഫി കാരണം അനങ്ങാൻ മേലാത്ത ആൾക്കാരെല്ലാരും സ്നേഹം കൊണ്ട് പൊതിയുന്നു. അപ്പൊ അത് വളരെ ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെ. ആൾക്കാരുടെ സ്നേഹം. ഇത്രമാത്രം സെൽഫി ഒക്കെ എടുക്കുന്ന ആള് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് കാണുന്നില്ല. ഞാനോ ഏറ്റവും ഫേസ്ബുക്കും വാട്സ്ആപ്പ്, ഫേസ്ബുക്കിൽ ഫുൾ ഉണ്ട്, മറ്റേ ട്വിറ്ററിലില്ല. ട്വിറ്ററില് കുറവാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യമായിരുന്നു. ഞാൻ ഇൻസ്റ്റയിൽ എടുത്തു 800 പോസ്റ്റ് ഉണ്ട് എനിക്ക്. ആണ്. എന്നാലും ഇങ്ങനെ ഭയങ്കരമായ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള മറ്റൊരു ചാണ്ടി ഉമ്മൻ ജീവിതം അതിലേക്ക് കാണിക്കുന്നേ ഇല്ല എവിടേക്കും. എനിക്ക് വേറെ ജീവിതമില്ല.